ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. മോളെ പിറന്നാളായിരുന്നു കഴിഞ്ഞ ദിവസം. അന്ന് ഞാൻ അവൾക്കുണ്ടാക്കിയ ഒരു ബാർബി കേക്കാണ്. വീട്ടിലുള്ള സാധനം വെച്ച് ഈ ഡിസൈൻ ചെയ്യാൻ വേണ്ടി അതിന് വേറെ ടൂൾസ് വേണമെന്നോ അങ്ങനെയൊന്നുമില്ല. ഒരു പൈപ്പിംഗ് ബാഗ്, 1-2 പൈപ്പിംഗ് ബാഗ് മാത്രമേ നമുക്കിവിടെ ആവശ്യമുള്ളൂ. ഞാനത് ഈ ക്രീമാണ് ഉപയോഗിച്ചത്. ഏത് ക്രീം വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. ക്രീം ബീറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ആ പാത്രത്തിൽ വെള്ളാംശമൊന്നും പാടില്ല. ആ പാത്രം നേരത്തെ ഫ്രിഡ്ജിൽ വെച്ച് പാത്രവും ബീറ്റ് ചെയ്യുന്ന ബീറ്ററിൻ്റെ ബ്ലേഡും ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കണം. അപ്പം പെട്ടെന്ന് നമുക്ക് ബീറ്റ് ചെയ്യുന്നുണ്ട്. 10-15 മിനിറ്റ് പോയി ബീറ്റ് ചെയ്യേണ്ട ആവശ്യം വരില്ല. 2 കിലോയുടെ ബാർബി കേക്കാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടി രണ്ട് കേക്കാണ്, ഓരോ കിലോ വീതമുള്ള 2 കേക്കാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. 2 സൈസിൽ, ഒരു കേക്ക് വലുതും ഒരു കേക്ക് ചെറുതുമാണ്. റൗണ്ട് സൈസിൽ വലുതും ചെറുതുമാണ്. അപ്പോൾ ഞാൻ ഇവിടെ വയ്ക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു കേക്ക് 3ആയിട്ട് സ്ലൈസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആദ്യം ഒരു സ്ലൈസ് വച്ചതിന് ശേഷം നമ്മൾ ഷുഗർ സിറപ്പ് വെറ്റ് ചെയ്ത് കൊടുത്ത് അതിൻ്റെ മേളിൽ ക്രീം ആവശ്യമുള്ള ക്രീം വച്ചതിന് ശേഷം എന്തെങ്കിലും നട്ട്സ് ഗ്രേറ്റ് ചെയ്തത്, ഇവിടെ ഞാൻ കാഷ്യൂനട്ട് പൊടിച്ചതാണ് ചേർത്തിരിക്കുന്നത്. ചോക്ലേറ്റ് ചേർക്കുക. എന്നിട്ട് ഓരോ ലെയറായിട്ട് ഇങ്ങനെ ഇത് അടുക്കി വെക്കണം. അപ്പോൾ ഈ അടുക്ക് മറിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടി നമ്മൾ സ്റ്റിക്ക് ആ കേക്കിൻ്റെ അളവ് പിടിച്ച് നോക്കിയിട്ട് ആ 4 സ്റ്റിക്ക് ഞാൻ കുത്തിയിട്ടുണ്ട്. അതിനുശേഷം നമ്മളൊരു ബാർബിയുടെ ഒരു ഷേപ്പ് ഉണ്ടല്ലോ, പാവാടയുടെ ഒരു ഷേപ്പ് ഉണ്ടല്ലോ, ആ ഷേപ്പിന് നമ്മൾ ആ ബാക്കിയുള്ള ബ്ലാങ്കായിട്ട് കിടക്കുന്ന അടുത്തൊക്കെ ക്രീം ഫില്ല് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ നല്ലോണം തേച്ച് എടുക്കുമ്പോഴത്തേക്ക് ആ ബാർബിയുടെ പാവാടയുടെ ഷേപ്പ് പോലെ ഇങ്ങനെയാണ് കേക്കിൽ ക്രം കോട്ട് ചെയ്യണത്. അത് കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് സെറ്റായിട്ട് ഡിസൈൻ ചെയ്താലും മതി. ഇവിടെ ഞാൻ ബാർബിയൊക്കെ വെച്ച് നോക്കുകയാണ്. ഇപ്പം നോണ്ട നല്ല ഷേപ്പിലായില്ലേ ബാർബി. ഇനിയാണ് ഡിസൈൻ ചെയ്യാനുള്ളത്. ഇനി കേക്ക് നമുക്ക് ഡിസൈൻ ചെയ്യാം. അതിന് വേണ്ടി 2 കളർ ക്രീമാണ് എടുത്ത് വച്ചിരിക്കുന്നത്. വൈറ്റ് കളർ ക്രീമിനകത്ത് കുറച്ച് സൂപ്പർ റെഡ് ചേർത്ത് അതൊരു പിങ്ക് കളറാക്കിയിരിക്കുകയാണ്. ഒരു ബട്ടർ പേപ്പർ എടുത്ത് അതിൻ്റെ ഒരു സൈഡിൽ പിങ്കും ഒരു സൈഡ് വൈറ്റ് കളറും ചേർത്തിട്ട് കുറച്ച് സൂപ്പർ റെഡ് ആ പേപ്പർ തേച്ചതിന് ശേഷമാണ് ഇത് വയ്ക്കുന്നത്. എന്നിട്ട് ഇത് റോൾ ചെയ്തെടുത്തിട്ട് നമ്മളൊരു നോസിൽ ഉപയോഗിച്ചത്, അതായത് റോസ് പെറ്റൽ നോസിലുണ്ടല്ലോ, ആ നോസിൽ ഇപ്പം ഞാൻ നോസിൽ ഉപയോഗിക്കുന്നില്ല. നിങ്ങൾക്ക് നോസിൽ ഉപയോഗിക്കുന്നതും ചെയ്തതിൻ്റെ ഭംഗി കാണിക്കാൻ വേണ്ടിയാണ് ഞാനിവിടെ ഈ നോസിൽ ഉപയോഗിക്കുന്നത്. അങ്ങനെ ആ നോസിലിട്ട ഇതിലോട്ട് പൈപ്പിംഗ് ബാഗിലോട്ട് ഇത് ഇറക്കിയതിന് ശേഷം ആ ക്രീം ചെറുതായിട്ട് സാരി മടയുന്ന കണക്കാണ്, ഇങ്ങനെ എസ് മോഡലിൽ ചെറുതായിട്ട് മെടഞ്ഞ് കൊടുക്കുന്ന കണക്ക് ഇങ്ങനെ ഡിസൈൻ ചെയ്ത് താഴേന്ന് തൊട്ട് മേളിലോട്ട് ഡിസൈൻ ചെയ്ത് കയറ്റുകയാണ്. മുമ്പ് ഞാനൊരു ഹോം ബേക്കറായിരുന്നു. ഞാൻ ഇതണക്ക് ഒരുപാട് ബാർബിയേഴ്സും ടെഡി ബിയറും മിക്കി മൗസും ഒക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് കേക്കുകൾ ഞാൻ സെയിൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇങ്ങനെ ഡിസൈൻ ചെയ്ത് മേളിലോട്ട് എത്തുമ്പോഴത്തേക്കും നമ്മൾ സ്റ്റിക്കോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് മേളിൽ ഒരു പൂവിൻ്റെ ഷേപ്പിൽ വരച്ച് കൊടുത്ത്, അതായത് ഇത് കണക്ക് വരച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മേളിൽ വരെയാണ് ഈ ഡിസൈൻ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആ വരച്ച് കൊടുത്തതിൻ്റെ ആ ഉള്ളിലോട്ടൊക്കെ ബ്ലാങ്കായിട്ട് കിടക്കുന്ന ഭാഗത്തെല്ലാം ആ ഡിസൈൻ തന്നെ ചെയ്ത് കൊടുക്കുകയാണ്. ഇനിയാണ് നമ്മൾ നോസിലില്ലാതെ എങ്ങനെ നല്ല വൃത്തിക്ക് ക്രീം ഡിസൈൻ ചെയ്തെടുക്കാം എന്നാണ് ഞാനിനി പറഞ്ഞു തരാൻ പോകുന്നത്. ഒരു പൈപ്പിംഗ് ബാഗ് എടുത്ത് അതൊരു വി ഷേപ്പിൽ കട്ട് ചെയ്യണം. അതാണ്ട് ഞാൻ കാണിക്കുന്നത് പോലെ വി ഷേപ്പിൽ കട്ട് ചെയ്യണം. നമ്മൾ നോസിൽ വെച്ച് ചെയ്യുന്ന ഡിസൈനേക്കാളും അടിപൊളി ഡിസൈൻ നമുക്ക് നോസില്ലാതെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ചെയ്തിരിക്കുന്ന ബാർബിയെ ലുക്ക് തന്നെ മാറ്റുന്ന രീതിയിലുള്ള ഡിസൈനാണ്. അത് പൈപ്പിംഗ് ബാഗിലോട്ട് കുറച്ച് റെഡ് കളറ് അതിലേക്ക് ക്രീം ആഡ് ചെയ്ത് കൊടുക്കുക. ക്രീം ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഒന്ന് ടച്ച് ചെയ്ത് ഒന്ന് വലിച്ചങ്ങ് വിടുക. വലിച്ച് വിടുമ്പോഴത്തേക്ക് ഒരു നല്ലൊരു നീളമുള്ള ലീഫിൻ്റെ ഡിസൈനായിട്ട് വരും. അപ്പോൾ ലീഫൊക്കെ ഡിസൈൻ ചെയ്യാൻ നേരത്ത് ഈ നോസിലില്ലെന്ന് പറഞ്ഞ് ആരും വിഷമിക്കേണ്ട. ഇത് കണക്ക് ഈ വി ഷേപ്പിൽ പൈപ്പിംഗ് ബാഗ് കട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് നല്ല ലീഫി ഷേപ്പിൽ കിട്ടും. അങ്ങനെ ഇത് അതിൻ്റെ ബാർബിയുടെ ആ വയറ് ഭാഗം വരെ ഫുള്ള് ഇത് കണക്ക് ഇങ്ങനെ വലിച്ച് വിടുക. അപ്പം നമുക്ക് നല്ലൊരു ഡിസൈൻ വരും. നമ്മളെ ബാർബിയുടെ ലുക്ക് തന്നെ മാറിപ്പോകുന്ന ഒരു ഡിസൈനാണ്. Dance with me. Back and forth. Move my body back and forth.
ഇനി നമുക്ക് ബാർബിയുടെ ബോഡി ഡിസൈൻ ചെയ്യാം. അതിനുവേണ്ടി ഞാൻ വൈറ്റ് കളറാണ് എടുക്കുന്നത്. അതിനകത്ത് ഒരു പൈപ്പിംഗ് ബാഗിനകത്ത് ചെറുതായിട്ട് ഈ ശകലം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ബോഡി ഭാഗത്ത് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന കണക്ക് ഡിസൈൻ ചെയ്തെടുക്കാം നമുക്ക്. ഇതിന് ശേഷം നമുക്ക് നേരത്തെ ലീഫിൻ്റെ ഡിസൈൻ പോലെ നമ്മൾ ചെയ്തില്ലായിരുന്നോ, അത് തന്നെ ആ വൈറ്റ് ക്രീമിൻ്റെ മുകളിൽ, അതായത് ബാർബിയുടെ കഴുത്തിൻ്റെയും കയ്യിൻ്റെയും ഡിസൈൻ ചെയ്യണം. അതേ കണക്കൊന്ന് പിടിച്ചിങ്ങനെ വലിച്ച് കപ്പ് കൈ പോലത്തെ ഡിസൈൻ കൊടുക്കുകയാണ്. ഇപ്പോൾ നേരത്തെ നോസിൽ വെച്ച് ചെയ്ത ഡിസൈനും ഇപ്പോൾ നമ്മൾ നോസിലില്ലാതെ പൈപ്പിംഗ് ബാഗ് കട്ട് ചെയ്ത ഡിസൈനും തമ്മിലുള്ള വ്യത്യാസം നോക്കിയാണ്. ഇപ്പോഴല്ലേ നമ്മൾ ബാർബി സെറ്റായത്. കേക്കിൻ്റെ മുകൾ ഭാഗത്തു നിന്നും നേരത്തെ ലീഫിന് ഡിസൈൻ ചെയ്തതുപോലെ വലുതായിട്ടൊന്ന് ഞെക്കി വലിച്ച് വിടുമ്പോഴത്തേക്ക് വലിയ ലീഫിൻ്റെ ഡിസൈൻ പോലെ വരും. അങ്ങനെ ബാർബിയുടെ ചുറ്റും ഇത് കണക്കൊരു ഡിസൈൻ കൊടുക്കുമ്പോൾ ആ ഫ്രോക്കിൻ്റെ ലുക്ക് തന്നെ ഒന്ന് മാറും. ഇപ്പോഴല്ലേ നമ്മളെ ബാർബി സെറ്റായത്. താങ്ക് യു.